ഒരു സാഹിത്യകാരന്റെ കഥകളും കഥാപാത്രങ്ങളും ഭാഷയും സാഹിത്യവും ഉള്ളിടത്തോളം നിലനിൽക്കുമെന്നാണ് സാധാരണയായി പറയുക. അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയ എഴുത്തുകാരനാണ് മലയാളത്തിന്റെ സ്വന്തം എം.ടി. വാസുദേവൻ നായർ. മലയാള ഭാഷയിൽ അക്ഷരങ്ങളുടെ സാമ്രാട്ടിന്റെ എഴുത്തുകൾ കാലമങ്ങനെ കടന്നുപോയാലും അതിങ്ങനെ തെല്ലൊട്ടും മങ്ങാതെ തിളങ്ങി നിൽക്കും. മലയാള ഭാഷയുടെ അക്ഷര സുഹൃതത്തിന് ഇന്ന് 91ാം ജന്മദിനമാണ്. എത്രയോ കഥാപാത്രങ്ങളിലൂടെ പ്രണയവും നൊമ്പരവുമെല്ലാം എം.ടി. നമ്മളിലേക്ക് കവിതയായി പകർത്തിയിട്ടുണ്ട്. മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ കഥകളിലൂടെയും നോവലുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും മനുഷ്യഹൃദയങ്ങളിലേക്ക് എം.ടി. സന്നിവേശിപ്പിച്ചു. അത്രമേൽ ആർദ്രമായ പ്രണയവും അടങ്ങാത്ത ആനന്ദവും ദുഃഖവും നൊമ്പരങ്ങളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ജീവനുള്ളതാക്കി. നമ്മുടെ അത്രമേൽ സ്വകാര്യ നിമിഷങ്ങളിൽ താലോലിച്ച സ്വപ്നങ്ങളും മോഹങ്ങളുമെല്ലാം എം.ടിയുടെ കഥാപാത്രങ്ങളിൽ വന്നു നിറയാറുണ്ട്. 1933 ജൂലൈ 15 എം.ടിയുടെ ജനനം. പുന്നയൂർക്കുളം ടി. നാരായണൻ നായരുടെയും മാടത്ത് തെക്കേപ്പാട്ട് അമ്മാളു അമ്മയുടെയും മകന് സാഹിത്യത്തിലോ സാഹിത്യാസ്വാദനത്തിലോ കുടുംബ പാരമ്പര്യമൊന്നുമില്ല. കവിതകളോടും പുസ്തകങ്ങളോടുമുള്ള ആരാധനാഭാവം എങ്ങനെ രൂപപ്പെട്ടുവെന്ന് അറിയില്ലെങ്കിലും മനസ്സ് നിറയെ എഴുതാത്ത സാഹിത്യമുണ്ട്. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നിങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം.ടി. വാസുദേവൻ നായരെ ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിൻ്റെ അക്ഷര സുഹൃതമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. വള്ളുവനാടൻ ഭാഷയുടെ കഥാകാരൻ കൂടിയാണ് അദ്ദേഹം. സാഹിത്യത്തിലും സിനിമയിലും അതിനെ അനശ്വരമായി പ്രതിഷ്ഠിച്ചത് എം.ടി. ആണ്. മലയാള സിനിമയിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ഏറ്റവും കൂടുതൽ വാങ്ങിയ എം.ടിയെ മറികടക്കാൻ ഇതുവരെ മറ്റാർക്കും സാധിച്ചിട്ടില്ല. നിർമാല്യം മുതൽ ഒരു ചെറുപുഞ്ചിരി വരെ സിനിമാ പ്രേമികൾ കണ്ട എം.ടിയുടെ ദൃശ്യാവിഷ്കാരം അങ്ങനെ മായാതെ നിൽക്കുകയാണ്. സാധാരണയായി പിറന്നാളുകളൊന്നും എം.ടി ആഘോഷിക്കാറില്ല. കഴിഞ്ഞ തവണ അദ്ദേഹം നവതിയുടെ നിറവിലായിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിൻ്റെ പിറന്നാളിനും പ്രത്യേകതയുണ്ട്. എം.ടിയുടെ 9 കഥകൾ ചേരുന്ന ആന്തോളജി സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇന്ന് കൊച്ചിയിൽ നടക്കും. സൂപ്പർ താരങ്ങൾ അഭിനയിച്ച 9 സിനിമകൾ, മനോരഥങ്ങൾ എന്ന് എം.ടി തന്നെ പേരിട്ട ചിത്രസഞ്ചയം OTTയിലൂടെ പ്രദർശനത്തിനൊരുങ്ങുകയാണ്. എഴുതിയാലും തീരാത്ത കഥ പോലെയാണ് മലയാളിക്ക് എം.ടി. വാസുദേവൻ നായർ. ആ തൂലികയിൽ നിന്നിറങ്ങി മലയാളി മനസ്സുകളിലേക്ക് കയറി വന്ന എണ്ണമറ്റ കഥാപാത്രങ്ങൾ, അവരുടെ വികാര വിക്ഷോഭങ്ങൾ, വായിച്ചു തീരുമ്പോഴും ബാക്കിയാവുന്ന അവരുടെ ജീവിതം, അങ്ങനെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എഴുത്തുകൾ സമ്മാനിച്ച പുണ്യത്തിന് നിളയുടെ കഥാകാരന് പിറന്നാൾ ആശംസകൾ.